നമസ്തേ. 10/3/2025 തിങ്കളാഴ്ചത്തെ നക്ഷത്രഫലമാണ് നമ്മൾ നോക്കുന്നത്. ഈ നക്ഷത്രഫലം തുടർച്ചയായി കിട്ടണമെന്നുള്ളവർ നിങ്ങൾ എന്തെങ്കിലും സ്റ്റിക്കറെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലാണ് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് അത് കയറി വരികയുള്ളൂ. അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങളത് പേജ് എടുത്ത് വെച്ച് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ എൻ്റെ ചാനൽ നോക്കേണ്ടി വരും, യൂട്യൂബ് ചാനൽ നോക്കേണ്ടി വരും. യൂട്യൂബിലാണ് ഞാൻ ഈ സമയത്ത് 10 മണിക്കാണ് പോസ്റ്റ് ചെയ്യുന്നത് രാവിലെ നക്ഷത്രഫലം. അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യാം. ഇനി ഈ ജ്യോതിഷത്തെക്കുറിച്ച് ഒരു കാര്യം പ്രധാനമായിട്ട് പറയുന്നത്, ജ്യോതിഷം എന്ന് പറയുന്ന ഒരു സൂചനയാണ്. പ്രത്യേകിച്ച് ഈ ചാരഫലം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നൊരു സൂചനയാണ്. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ നാമം ജപിച്ചാൽ മതി. ദിവസവും നാമം ജപിക്കുക, ഭഗവാനെ ആരാധിക്കുക. അപ്പോൾ ഒരു പരിധി വരെ ആ ദോഷങ്ങൾ മാറും. അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ജ്യോതിഷം കേൾക്കണത്? നാമം ജപിച്ചാൽ പോരെ. ശരിയാണ്. ജ്യോതിഷം കേൾക്കുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ, നമുക്ക് എല്ലാം ഭഗവാൻ അങ്ങനെ നോക്കിക്കൊള്ളും എന്നല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മുടെ പൂർവ്വജന്മവുമായും പ്രാരാബ്ധമായും ഒക്കെ വന്നിട്ടുള്ള കർമ്മബന്ധങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ജീവിതം. ആ ജീവിതത്തിൽ എല്ലാം ഭഗവാൻ നോക്കുമെന്ന് വിചാരിക്കുക. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ആന അടഞ്ഞു നിൽക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ ഉദാഹരണത്തിന് ഭഗവാൻ നോക്കിക്കോളും എന്നെ എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ആനയുടെ മുമ്പിലേക്ക് ചെന്നാൽ ഒരു സംശയവും വേണ്ട, അത് നിങ്ങളെ ചവിട്ടി കൂട്ടിക്കളയും. അവിടെ ഭഗവാൻ നോക്കില്ല. കാരണം ഭഗവാൻ നമുക്കൊരു വിശേഷ ബുദ്ധി തന്നിട്ടുണ്ട്. ജനിച്ചപ്പോൾ തന്നെ ഭഗവാന്റെ അനുഗ്രഹമായി നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വിശേഷ ബുദ്ധി. ആ വിശേഷ ബുദ്ധി നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ സൂചനകൾ, ഇങ്ങനെയുള്ള അപകടങ്ങളുടെ സൂചനകളാണ് നമുക്ക് ഈ നവഗ്രഹങ്ങൾ, ജ്യോതിഷത്തിലെ നവഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നത്. ആ സൂചനകളെ സ്വീകരിച്ച് ഈ ആന പോലെ നിൽക്കുന്ന നമ്മുടെ ദുരിതങ്ങളെയും പ്രയാസങ്ങളുടെയും ഒക്കെ മുന്നിലേക്ക് ചെന്ന് ചാടാതിരിക്കാൻ ഈ ജ്യോതിഷം നമുക്ക് ഓരോരുത്തർക്കും സഹായമാണ്. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കുൾപ്പെടെ സഹായകരമാണ്. അതിനു വേണ്ടിയാണ് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് ഇത് നൽകിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഇതിനെ സമീപിക്കണം. അപ്പോൾ നമുക്ക് ദോഷങ്ങൾ വരും. നമ്മൾ നാമമൊക്കെ ജപിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വരാതിരിക്കാനായ നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ള വിശേഷ ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നതോടൊപ്പം ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ട കാര്യങ്ങളും കൂടെ ചെയ്യുക. ഈ നമ്മുടെ ബുദ്ധിയും ഈശ്വരൻ്റെ അനുഗ്രഹവും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനുള്ള വഴി തെളിഞ്ഞു വരുന്നത് എന്ന ബോധത്തോടെ നമ്മളിത് ഈ ജ്യോതിഷത്തെ കാണണം. ഇനി നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് വരാം. 10/3/2025 തിങ്കളാഴ്ച മേടം, ഇടവം, മകരം രാശിക്കാർക്ക് ശുഭകരവും, കർക്കിടകം, കന്നി, ധനു രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും, ചിങ്ങം, വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും, മിഥുനം, തുലാം, കുംഭം, മീനം രാശിക്കാർക്ക് കഠിന ദോഷവുമാണ്. അപ്പം ഈ ദോഷം, കഠിന ദോഷം എന്ന വാക്കുകൾ മാറ്റാൻ നിർവാഹമില്ല. കാരണം കൂടുതൽ ദോഷമുള്ള ആൾക്ക് കഠിന ദോഷമെന്നും ദോഷമുള്ള ആൾക്ക് ദോഷമെന്നും അല്ലേ നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് അത് ആ രീതിയിൽ തന്നെ കാണുക. കഠിന ദോഷം എന്ന് പറയുന്നവർ കൂടുതൽ ദൈവാധീനം വരുത്തുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ രാവിലെ നേരം വെളുത്താൽ നിങ്ങൾക്കെല്ലാം ശുഭകരമാകും, നിങ്ങളെല്ലാം രാജാക്കന്മാരെ പോലെ ജീവിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ധനികനായി തീരും എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് കാണുന്നതേ പറയാൻ പറ്റൂ. ഈ പറയുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് അത് പറഞ്ഞ് പോകാനും എനിക്ക് ആവില്ല. അതുകൊണ്ട് കാണുന്നത് അതിൻ്റേതായ രീതിയിൽ നിങ്ങൾക്ക് ഗുണം വരണം, കേൾക്കുന്ന നിങ്ങൾക്ക് ഗുണം വരണം എന്ന ആഗ്രഹത്തോടെ ആണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ ആ രീതിയിൽ ആഗ്രഹിക്കുന്നവർ ഇതിനെ പിന്തുടരുക.
അതേപോലെ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങൾ ചെയ്യുക. നമുക്ക് വിശദമായ ഫലത്തിലേക്ക്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂർ. മേടക്കൂറുകാർക്ക് ശുഭകരമാണ്. എന്നാൽ മനസ്സ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അസ്വസ്ഥമായിരിക്കുന്ന ഒരു സമയമാണ് മനസ്സ്. ഈ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നത് കൊണ്ട്, ഈ മനസ്സാണല്ലോ എല്ലാത്തിനും പ്രധാനം. അപ്പോൾ അതുകൊണ്ട് മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സ് നമ്മളുടെ പിടിയിൽ നിന്ന് പോകുന്നു എന്ന് കാണുമ്പോൾ അതിനെ നേരെ പിടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നർത്ഥം. അപ്പോൾ ഈ മനസ്സും ബുദ്ധിയും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്. മാതൃജനങ്ങൾ അനുകൂലമല്ലാത്ത ദിവസമാണ്. പിതൃസ്ഥാനീയർ അനുകൂലമാണ്. അതേപോലെ നിങ്ങൾക്ക് ചില അംഗീകാരങ്ങളൊക്കെ ഈ ദിവസം മേടക്കൂറുകാർക്ക് ലഭിക്കും. എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസവും ഉണ്ടാകുന്നതോടൊപ്പം അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ്. ആരോഗ്യം പൊതുവെ മേന്മയേറിയതായിരിക്കും. ശത്രുദോഷമൊന്നും കാര്യമായിട്ടൊന്നും മേടൻ രാശിക്കാർക്ക് ഈ 10-ാം തീയതി ഉണ്ടാവില്ല. എന്നാൽ വിദ്യാർത്ഥികളായിരിക്കുന്ന മേടക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല. ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും അത്ര അനുകൂലമായിരിക്കില്ല. വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. കാരണം വാക്കുകൾ മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ. ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. മക്കളും ജീവിത പങ്കാളിയും പിതൃസ്ഥാനീയരുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കുന്നതുകൊണ്ട് പലതിനും കുടുംബത്തിൽ നിന്നുള്ളൊരു പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. തൊഴിൽ മേഖലയും അനുകൂലമാണ്. പൊതുവെ മേന്മയുള്ള ദിവസമാണ് മേടക്കൂറുകാർക്ക്. ഇടവം, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗമാണ് ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് ഗുണകരമായ ഒരു ദിവസം തന്നെയാണ്. എങ്കിലും ഒരു ദൈവാധീനക്കുറവ് അവർക്ക് അനുഭവപ്പെടുന്നൊരു ദിവസം ആണ്, സമയമാണിപ്പോൾ. അനുകൂലമാണ് ദിവസമെങ്കിലും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി. പൊതുവെ ആത്മവിശ്വാസവുമൊക്കെ എല്ലാ കാര്യത്തിലും ഇടവക്കൂറുകാർക്ക് ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും അലസതയില്ലാതെ ചെയ്ത് തീർക്കുന്നതിന് കഴിയും. ആരോഗ്യവുമൊക്കെ ഇടവക്കൂറുകാർക്ക് ഉണ്ടാകുകയും ചെയ്യും. മനസ്സും ബുദ്ധിയുമൊക്കെ ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ളത് കൊണ്ട് പല പ്രശ്നങ്ങളെയും ഒന്ന് ശ്രദ്ധ കൊടുത്താൽ പരിഹരിക്കാനും കഴിയും. എന്നാൽ സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ചില ദോഷം ഇടവക്കാറുകൾക്കുണ്ടാകുന്ന ഒരു ദിവസം കൂടെയാണ്. എന്നാൽ വിദ്യാർത്ഥികളായിരിക്കുന്ന ഇടവക്കൂറുകാർക്ക് അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും പൊതുവെ അനുകൂലമാണ്. വാക്ക് നന്നായിട്ട് ഇടവക്കൂറുകാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നൊരു സമയമായതുകൊണ്ട് സുഹൃത്തുക്കളെയൊക്കെ കൂടെ ചേർത്ത് നിർത്താനായിട്ട് കഴിയുന്ന ഒരു ദിവസമാണ്. ധനപരമായി അത്ര അനുകൂലമായ ദിവസമല്ല. ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടാകാം, അതും ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്ത് അത്ര മേന്മയുള്ള ദിവസമല്ല. തൊഴിലാളികളിൽ നിന്നോ അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നോ ഒക്കെ അനുകൂലമല്ലാത്ത സമീപനമുണ്ടാകാം. എന്നാൽ ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. മിഥുനം രാശി, മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള ഒരു സമയമാണ്. ദൈവാധീനമൊന്നുമില്ലാത്ത ഒരു ദിവസം കൂടെയാണ്. എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദിവസമായതുകൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ കൂടെ ചേർത്ത് നിർത്തുവാനായിട്ട് കഴിയും. വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂലമാണ്. എന്നാൽ എല്ലാത്തിലും ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ മിഥുനക്കൂറുകാർക്ക്. എല്ലാത്തിലും ഒരു ആത്മവിശ്വാസക്കുറവുണ്ടാകും. ആരോഗ്യം അനുകൂലമായിരിക്കില്ല. എന്നാൽ മനസ്സും ബുദ്ധിയും ഒരല്പം തെളിമയുള്ളതായിരിക്കും. മനസ്സിനൊരു ശാന്തി സമാധാനമൊക്കെ ലഭിക്കും.
അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങൾ ഒരു പരിധി വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമല്ല. ശത്രുദോഷം മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ദിവസമാണ്. ഉണ്ടാകുന്ന ദിവസമാണ്. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ മിഥുനക്കൂറുകാർക്കുണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്മ, സമാധാനമില്ലായ്മ, മക്കളുടെയും ജീവിത പങ്കാളികളുടെയും പിതൃസ്ഥാനീയരുടെയും ഒന്നും ഒരു അനുകൂലമില്ലായ്മ ഉണ്ടാകും. എന്നാൽ മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് ഒട്ടും അനുകൂലമല്ല. തൊഴിൽ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്കാണെങ്കിൽ തൊഴിലാളികളിൽ നിന്നും, അല്ലാത്തവർക്ക് സഹപ്രവർത്തകരിൽ നിന്നും, മേലുദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ്. നമ്മൾക്ക് സമയം അനുകൂലമല്ലെങ്കിൽ നമ്മൾ ഈ വക ദോഷമായ പ്രവൃത്തികൾ ചെയ്താൽ സമയം കൂടുതൽ ദോഷകരമാകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. എങ്കിലും ദൈവാധീനമുള്ളൊരു ദിവസമാണ്. എങ്കിലും കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു തടസ്സങ്ങളുണ്ടാവും, അലസത ഉണ്ടാവും, ഒരാത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യും കർക്കിടകത്തിന്. എങ്കിലും മനസ്സ് അനുകൂലമായിരിക്കും. ബുദ്ധിക്ക് ഒരു ചെറിയ തെളിമയൊക്കെ ഉണ്ടാകും. മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കുകയും ചെയ്യും. എന്നാൽ കർക്കിടകക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവും. ആരോഗ്യവും അത്ര മേന്മയുള്ളതായിരിക്കില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും കർക്കിടകം രാശിക്കാർക്ക് അത്ര അനുകൂലമായിരിക്കില്ല. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ പ്രത്യേകം കർക്കിടകക്കൂറുകാർ ശ്രദ്ധിക്കണം. ധനപരമായി അല്പം നേട്ടമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ ഉള്ള ഒരു പിൻബലം എല്ലാ കാര്യങ്ങൾക്കും കർക്കിടകക്കാർക്ക് കിട്ടും. എന്നാൽ തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല. അപകടങ്ങളും ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കണം. ചിങ്ങം. ഈ നഷ്ടം എന്ന് പറയുന്നത് ധനം മാത്രമല്ല കേട്ടോ. പല കാര്യങ്ങളിലും ചില നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കാം. അതാണ് ചില നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയാം. ഇനി ചിങ്ങം. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ്. ദൈവാധീനം വളരെ കുറവുള്ള ഒരു ദിവസമാണ്. മനസ്സും ശരീരവും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. ആരോഗ്യപരമായ പ്രയാസങ്ങൾ, ശരീരത്തിന് നല്ല ക്ഷീണം ഒക്കെ അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. അതേപോലെ മനസ്സും അനുകൂലമായിരിക്കില്ല. അസ്വസ്ഥമായ മനസ്സായാൽ തന്നെ പല പ്രശ്നങ്ങൾക്കും അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ മനസ്സ് അനുകൂലമല്ല, ബുദ്ധി അനുകൂലമല്ല. അപ്പോൾ ഇതൊക്കെ അനുകൂലമല്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അനുകൂലമാക്കാൻ വേണ്ടി നമ്മൾ ബോധപൂർവം ഒന്ന് ശ്രമിച്ചാൽ നടക്കും. പല കാര്യങ്ങളും കുറച്ചൊക്കെ വന്നാലും പാകപ്പിഴകൾ ഉണ്ടായാലും കുറേയൊക്കെ മേന്മയുണ്ടാകും എന്ന് മനസ്സിലാക്കുക. അതേപോലെ സഹോദര സ്ഥാനീയർ ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമാണ്. ശത്രുദോഷമൊന്നും കാര്യമായിട്ട് ചിങ്ങക്കൂറുകാരെ ബാധിക്കില്ല. എന്നാൽ ഒരു അലസത, അതേപോലെ ആത്മവിശ്വാസക്കുറവ്, എല്ലാത്തിനും ഒരു സംശയമൊക്കെ ഉണ്ടാവും. ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്തും ഒട്ടും അനുകൂലമല്ല. സഹപ്രവർത്തകരും അതേപോലെ തൻ്റെ മേലുദ്യോഗസ്ഥരൊക്കെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറാം, അല്ലെങ്കിൽ സംസാരിക്കാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മദ്യമൊക്കെ കഴിച്ച് ഇങ്ങനെയുള്ള ചിങ്ങക്കൂറുകാർ തൊഴിൽ മേഖലയിലും വീട്ടിലേക്കൊന്നും പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയുടെ ചെയ്യണം. കന്നിക്കൂറുകാർ. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗമാണ് കന്നിക്കൂറ്. ഈ കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്.
എങ്കിലും അവർക്ക് ദൈവാധീനമുള്ള ഒരു ദിവസമാണ് എന്ന മേന്മയുണ്ട്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യും, അലസതയൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഈ അമിത ആത്മവിശ്വാസം ചിലപ്പോൾ അപകടമുണ്ടാക്കാതിരിക്കാനായിട്ട് താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊന്ന് മറ്റുള്ളവരോട് ചോദിക്കുകയൊക്കെ ചെയ്ത് എന്തെങ്കിലും വല്ല കരാറുകളൊക്കെ എഴുതി തയ്യാറാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോടും കൂടെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. എല്ലാ കാര്യങ്ങളും ഇതായിട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ മനസ്സും ബുദ്ധിയുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. മാതൃപിതൃസ്ഥാനീയരൊക്കെ കന്നിരാശിക്കാർക്ക് അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം കന്നിക്കൂറുകാർക്ക് ഉണ്ടാകാമെന്നുള്ളത് കൊണ്ട് എല്ലാവരെയും അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാൻ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ചതിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ കണ്ട് നിൽക്കുന്നത് കന്നിക്കൂറുകാർക്ക് ഗുണകരമായിരിക്കും. അതേപോലെ വിദ്യാർത്ഥികൾക്ക് അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും കന്നിക്കൂറുകാർക്ക് അനുകൂലമായിരിക്കില്ല. അവരുടെ വാക്കുകൾ തന്നെ കന്നിക്കൂറുകാർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അത് ശ്രദ്ധിക്കാം. അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ പോകാതിരിക്കാൻ അല്ലെങ്കിൽ തൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ കന്നിക്കൂറുകാർ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. തുലാം. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാർക്ക് ദൈവാധീനമില്ലാത്ത ഒരു ദിവസമാണിത്. എങ്കിലും അവർക്കൊരു ഗുണമുള്ളത് മനസ്സും ബുദ്ധിയും ഒരുമാതിരി തെളിഞ്ഞിരിക്കും, അനുകൂലമായിരിക്കും, വാക്കുകൾ അനുകൂലമായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഒരു സഹകരണം അവർക്ക് കിട്ടും. നല്ല വാക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് ഈ മനസ്സ് അനുകൂലമായിരിക്കുമെന്നുള്ളതുകൊണ്ടും ചെറിയ പ്രശ്നങ്ങളൊന്നും വന്നാലും അവരുടെ മനസ്സ് അസ്വസ്ഥമാകില്ല എന്നുള്ളത് കൊണ്ടും അല്പമൊക്കെ നേട്ടം തുലാം രാശിക്കാർക്ക് ഉണ്ടാക്കാൻ കഴിയും. എങ്കിലും പൊതുവെ ആത്മവിശ്വാസക്കുറവ് മൂലവും സംശയം മൂലവും തൻ്റെ പ്രവൃത്തികൾ വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയാത്തത് മൂലം മറ്റുള്ളവരിൽ നിന്ന് പഴി കേൾക്കേണ്ട അവസ്ഥ തുലാം രാശിക്കാർക്ക് തൊഴിൽ മേഖലയിൽ ഒക്കെ ഉണ്ടാകും. അതേപോലെ സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം തുലാം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ധനപരമായി ചില നഷ്ടങ്ങളും ഉണ്ടാകാം. മക്കൾ സ്ഥാനീയരുമായിട്ടുള്ള കലഹവും കരുതിയിരിക്കണം. കുടുംബത്തിലൊരു സ്വസ്ഥത പൊതുവേ കുറവുള്ളവരായിരിക്കും തുലാം രാശിക്കാർക്ക് ഈ ദിവസം. ജീവിത പങ്കാളിയിൽ നിന്നും അത്ര അനുകൂലമായ അവസ്ഥയൊന്നും ആയിരിക്കില്ല. അതേപോലെ തൊഴിൽ മേഖലയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ സഹകരണമൊന്നും കിട്ടില്ല. വൃശ്ചികം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ്. എങ്കിലും ദൈവാധീനമുള്ളത് കൊണ്ട് അല്പം പ്രയാസപ്പെട്ടാണ്, തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടാണെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നടന്നു കിട്ടും. ആത്മവിശ്വാസക്കുറവ് ശരിക്കും അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ മനസ്സ് അനുകൂലമല്ല. അസ്വസ്ഥമായ ചിന്തകളാൽ മനസ്സ് വ്യാകുലമാകുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്താൻ, ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിലേക്ക് വരുന്നു എന്ന് അറിഞ്ഞാൽ വല്ല നാമം ജപിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേട്ടോ ഒക്കെ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും എന്തെങ്കിലും നല്ലത് സംസാരിച്ചോ ഒക്കെ ആ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് വൃശ്ചികം രാശിക്കാർ ശ്രമിക്കുന്നത് നല്ലതാണ്. അതുപോലെ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലം ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല. വൃശ്ചികക്കാർക്ക് ബന്ധുക്കൾ സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. അറിയാതെ വീഴുന്ന ചില വാക്കുകൾ വിനയായി തീരാനുള്ളൊരു സാധ്യത വൃശ്ചികക്കൂറുകാർക്കുണ്ട്. അതേപോലെ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. വാഹന സംബന്ധമായ കാര്യങ്ങളും പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമല്ല. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് വൃശ്ചികക്കൂറുകാർ. ധനു. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ദൈവാധീനം കുറവുള്ള ഒരു ദിവസം കൂടെയാണ്. എങ്കിലും ആത്മവിശ്വാസവും അലസത കുറവും കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാനായിട്ട് സഹായിക്കും. മനസ്സ്
ഒരുമാതിരി നല്ല രീതിയിൽ നിൽക്കുന്നതുകൊണ്ടും ബുദ്ധിപൂർവമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് കൊണ്ടും പൊതുവെ ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. പിതൃസ്ഥാനീയരൊക്കെ അതേപോലെ ജീവിത പങ്കാളിയുമൊക്കെ ധനുക്കൂറുകാർക്ക് ഒരു പിൻബലമായി കിട്ടുന്നത് കൊണ്ട് വലിയ ദോഷമില്ലാത്ത അവസ്ഥ അവർക്കുണ്ടാകും. എന്നാൽ സഹോദര സ്ഥാനീയരത്ര അനുകൂലമൊന്നുമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ധനുക്കൂറുകാർക്കുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. എന്നാൽ ദൈവാധീനക്കുറവുള്ളത് കൊണ്ട് ചില നഷ്ടങ്ങൾ ആ ദിവസങ്ങളിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കലഹങ്ങളും മറ്റുള്ളവരുമായിട്ടൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉള്ള ദിവസമാണ്. അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്കും തൊഴിലിടങ്ങളിലേക്കുമൊക്കെ പോവാതിരിക്കാൻ ധനുക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ലഹരി എന്ന് പറഞ്ഞാൽ മദ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണല്ലോ ഞാൻ പറയുന്നത്. നമ്മുടെ ബോധത്തെ ശരിയായ മാർഗത്തിൽ നിന്നും മാറ്റിക്കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് ധനുക്കൂറുകാർ തൊഴിൽ മേഖലയിലോ വീട്ടിലേക്കോ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നർത്ഥം. ഇനി മകരം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. ദൈവാധീനമൊക്കെ ഉള്ളൊരു ദിവസമാണ്. എങ്കിലും അലസതയും ആത്മവിശ്വാസക്കുറവും പലപ്പോഴും കാണിക്കും. എന്നാലും മനസ്സും ബുദ്ധിയുമൊക്കെ അനുകൂലമായൊരു ദിവസമാണ്. പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. കിട്ടേണ്ട ചില അംഗീകാരങ്ങൾ കിട്ടാതെയൊക്കെ മകരക്കൂറുകാർക്ക് പോകും. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. ശത്രുദോഷമൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു ദിവസമായിരിക്കും മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ മകരക്കൂറുകാർക്ക് ഉണ്ടാകും. ധനപരമായി അല്പം അനുകൂലമായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ജീവിത പങ്കാളിയിൽ നിന്നും പൊതുവെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. എന്നാൽ തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമായ അവസ്ഥയൊന്നുമല്ല. തൊഴിൽ രംഗത്ത് ശത്രുക്കൾ മൂലമൊക്കെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. കുംഭം. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കഠിന ദോഷമുള്ള ഒരു ദിവസമാണ് അവർക്ക്. എങ്കിൽ പോലും മനസ്സും ബുദ്ധിയുമൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് മാനസിക പ്രയാസങ്ങളൊക്കെ അല്പം കുറയും. അങ്ങനെ മനസ്സ് ഒരല്പം ശാന്തമാകുന്നതുകൊണ്ട് പല കാര്യങ്ങളും കുറച്ചൊക്കെ അനുകൂലമാക്കുന്നതിന് കഴിയും. എങ്കിലും ആത്മവിശ്വാസക്കുറവും ശാരീരിക പ്രയാസങ്ങളും കുംഭക്കൂറുകാർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. അലസതയും പ്രധാന ഒരു പ്രശ്നമായിരിക്കും. സഹോദര സ്ഥാനീയർ കുംഭക്കൂറുകാർക്ക് അത്ര അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷവും കുംഭക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും. മറ്റുള്ളവരോട് ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിട്ട് സംസാരിക്കാൻ, നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും എന്നുകൂടെ ഇവർ മനസ്സിലാക്കണം. പല പ്രശ്നങ്ങളും വാക്കുകൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചാൽ പല കാര്യങ്ങളെയും നമുക്ക് ഒരു പരിധിയിൽ കൊണ്ടുവരാനായിട്ട് കഴിയും. ധനപരമായി കുംഭക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല. കലഹങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയെ നമ്മൾ കാണണം. തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല. ചില അപകടങ്ങളൊക്കെ ഉണ്ടാകാം. തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥരുടെയും അനുകൂലം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. മീനം. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനക്കൂറുകാർക്ക് ഒട്ടും ദൈവാധീനമില്ലാത്ത ഒരു ദിവസമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. വാക്കുകൾ മൂലമൊക്കെ പല പ്രയാസങ്ങളും മീനക്കൂറുകാർക്കുണ്ടാകും. ആരോഗ്യം ഒട്ടും അനുകൂലമല്ല. അതുപോലെ മനസ്സും ബുദ്ധിയും ആരോഗ്യവും ഒക്കെ അനുകൂലമല്ലാതെ വരുന്ന ഒരു ദിവസമാണ് മീനക്കൂറുകാർക്ക്. അതുകൊണ്ട് അവരുടെ ആ ദിവസം വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളിലും ഇടപെടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നാമജപമൊക്കെ നടത്തി ദൈവാധീനം കൂടുതലുണ്ടാക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം.
അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. അറിയാതെ വീഴുന്ന ചില വാക്കുകൾ അവർക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും പിന്നീട് ധനപരമായ നഷ്ടങ്ങളുണ്ടാവും. കുടുംബത്തിലാണെങ്കിലും പൊതുവെ കലഹ സാധ്യതയൊക്കെ ഉള്ള ദിവസമാണ്. തൊഴിൽ മേഖലയിലും ഒട്ടും അനുകൂലമല്ല. തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെ അനുകൂലമല്ലാത്ത മനസ്സിന് വിഷമകരമായ സമീപനങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് മീനക്കൂറുകാർ ശ്രദ്ധിക്കണം. ഇത് ഒരു സൂചന എന്ന രീതിയിലെടുത്ത് നമ്മുടെ ബുദ്ധിയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ ഈ പല പ്രശ്നങ്ങളും പരിഹരിച്ച് നമുക്ക് പോകാൻ കഴിയും. കലിയുഗത്തിൽ നാമജപത്തോളം ഗുണകരമായത് മറ്റൊന്നുമില്ലെന്ന് ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളും പറയുന്നതാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നന്നായി നാമം ജപിക്കുക. നമ്മുടെ ധർമ്മദൈവത്തെയോ മൂലകുടുംബം ധർമ്മദൈവം എന്നൊക്കെ പറയുന്ന നമ്മുടെ ദേവതയുണ്ടല്ലോ, അതോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവതാ മന്ത്രമൊക്കെ ജപിച്ച് അല്ലെങ്കിൽ നാമം ജപിച്ച്, മന്ത്രങ്ങൾ ജപിക്കുന്നതിന് ചില ക്രമങ്ങളുണ്ട്, ചില രീതികളുണ്ട്. നാമജപത്തിന് അതൊന്നും നോക്കണ്ട. ദേശകാലം ഒന്നും നോക്കാതെ എപ്പോഴും ഒരല്പം ശുദ്ധി കുറഞ്ഞാൽ പോലും നാമം ജപിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മന്ത്രങ്ങൾ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് നാമജപം നല്ല സമർപ്പണ ബോധത്തോടെ നാമം ജപിച്ച് നല്ല ദിവസമാക്കി മാറ്റാൻ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.